ഓക്കേ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ SCERT ടെക്സ്റ്റ് ബുക്കാണ്. 6ാം ക്ലാസ്സിലെ SCERTയുടെ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. മിഡീവൽ ഇന്ത്യ ദ സെൻറ്റേഴ്സ് ഓഫ് പവർ. അതെന്താണ് മിഡീവൽ ഇന്ത്യ എന്ന് പറഞ്ഞാൽ മധ്യകാല ഇന്ത്യ, ഇന്ത്യയുടെ മധ്യകാല ചരിത്രം, അവിടുത്തെ അധികാര കേന്ദ്രങ്ങൾ, സെൻറ്റേഴ്സ് ഓഫ് പവർ, ഇതിനെയൊക്കെ പറ്റിയാണ് ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത്. സോ ഇപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ തുടങ്ങുന്ന ഫസ്റ്റിൽ തന്നെ നിങ്ങൾക്കൊരു ഒരു ലെറ്റർ പോലെ അല്ലേ, ഒരു ചെറിയൊരു കുറിപ്പ് കാണാൻ പറ്റുന്നുണ്ട്. ലെറ്റ് us read it. Friends, I am the river Yamuna. You might have heard of me. I am one of the tributaries of Ganga, the longest river in India. അപ്പം ഇന്ത്യയിലെ ലോങ്ങസ്റ്റ് റിവർ ഏതാണ്? ഗംഗയാണ്. ഗംഗയുടെ ഒരു ട്രിബ്യൂട്ടറി ആയിട്ടുള്ള നദിയാണ് യമുന. ട്രിബ്യൂട്ടറി എന്ന് പറഞ്ഞാൽ എന്താണ്? പോഷക നദിയാണ്. പോഷക നദി എന്ന് പറയുമ്പോൾ അതിലേക്ക്, അതാ മെയിൻ റിവറിലേക്ക് വെള്ളം കൊണ്ടുവരുന്ന നദികൾ, അതിനെയാണ് നമ്മൾ ട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത്. അപ്പം ഗംഗയുടെ ഒരു പ്രധാനപ്പെട്ട പോഷക നദിയായ യമുനയ്ക്ക് നമ്മളോട് പറയാനുള്ള കുറച്ച് കാര്യങ്ങളാണ് അതിൽ എഴുതിയിരിക്കുന്നത്. നമുക്കത് വായിച്ച് നോക്കാം. I originate from Yamunotri in Uttarakhand. Delhi is one of the important cities on my way. ഓക്കെ. അപ്പം നദികൾ പഠിക്കുമ്പോൾ നദികളുടെ ഒറിജിൻ, അത് നദികൾ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നതെന്ന് നമ്മൾ പഠിക്കാറുണ്ട്. അപ്പം നമ്മുടെ യമുനയുടെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡിലുള്ള യമുനോത്രിയിൽ നിന്നുമാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഒറിജിനേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ താഴോട്ട് ഒഴുകി വരുന്നു, പ്ലെയിൻസിലേക്ക് ഒഴുകി വരുന്നു. അങ്ങനെ ഒഴുകി വരുമ്പോൾ യമുനയുടെ തീരത്തുള്ളൊരു പ്രധാനപ്പെട്ട സിറ്റിയാണ് ഏതെന്ന് പറയുന്നത് ഡൽഹി. ഡൽഹി നമ്മളുടെ നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ആയിട്ടുള്ള ഡൽഹിയാണ് പറയുന്നത്. ദ കുത്തബ് മിനാർ, ദ അയൺ പില്ലർ ഓഫ് മേറോലി, the Juma Masjid, the Red Fort, the India Gate, many such majestic historical monuments can be found here. Delhi has witnessed the rise and fall of several dynasties. ഓക്കെ. അപ്പം ഡൽഹി മെയിൻ സിറ്റിയാണ് യമുനയുടെ തീരത്തുള്ളത്. പിന്നെ എന്തൊക്കെ കാണാൻ പറ്റുന്നുണ്ട്? മെറോളിലെ അയൺ പില്ലർ, ജുമാ മസ്ജിദ്, അതുപോലെ കുത്തുബ് മിനാർ, റെഡ് ഫോർട്ട്, ഇന്ത്യ ഗേറ്റ്, അങ്ങനെ പലതരം ഹിസ്റ്റോറിക്കൽ മോണുമെൻറ്റ്സ് നമുക്ക് യമുനയുടെ തീരത്ത് കാണാം. അപ്പം ഡൽഹിയെപ്പറ്റി പറയുകയാണെങ്കിലോ, ഡൽഹി എന്ന് പറഞ്ഞാൽ ഒട്ടനവധി ഡൈനാസ്റ്റീസ്, രാജവംശങ്ങളുടെ അധികാരത്തിന്, അതിൻ്റെ ഉയർച്ചയ്ക്കും താഴ്ചയ്ക്കും എല്ലാം വിറ്റ്നസ് ചെയ്തിട്ടുള്ള, അതായത് സാക്ഷ്യം വഹിച്ചിട്ടുള്ളൊരു സിറ്റിയാണ് ഡൽഹി. അപ്പം ആ ഡൽഹിയുടെ ചരിത്രമൊക്കെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ട് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. Haven't you listened to what the Yamuna spoke about Delhi? Shall we journey into the medieval history of Delhi? അപ്പോൾ നമുക്ക് ഡൽഹിയുടെ മിഡീവൽ ഹിസ്റ്ററി കുറച്ചൊന്ന് നോക്കാം എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ എന്താണ് മിഡീവൽ കാലഘട്ടം അല്ലെ, മിഡീവൽ ഹിസ്റ്ററി അല്ലെ മിഡീവൽ പീരീഡ് എന്താണെന്ന് അടുത്ത ലൈനിൽ പറയുന്നുണ്ട്. ദ പീരീഡ് ബിറ്റ്വീൻ CE 8th century and 18th century ഈസ് ജനറലി നോൺ ആസ് മിഡീവൽ പീരീഡ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി. ഇന്ത്യ ചരിത്രത്തിലെ മിഡീവൽ പീരീഡ് എന്ന് പറയുന്നത് 8ാം നൂറ്റാണ്ടിനും 18ാം നൂറ്റാണ്ടിനും ഇടയിലുള്ള കാലഘട്ടമാണ്. ഓക്കെ. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡൽഹിയിലെ അധികാര കേന്ദ്രങ്ങളല്ലേ, അവിടെ ഉണ്ടായിരുന്ന ഭരണത്തെപ്പറ്റി, മധ്യകാല ഭരണം, അവിടെ ഉണ്ടായിരുന്ന റൂളേഴ്സ്, അതിനൊക്കെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ അതിനൊക്കെ മുന്നായിട്ട് നമ്മൾ ഡൽഹിയുടെ ടോപ്പോഗ്രഫിയെ പറ്റി ചെറിയൊരു ഐഡിയ നമുക്കുണ്ടാവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു മാപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ മാപ്പിൽ എന്തൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നോക്കി. ഇൻഡോ ഗാഞ്ചറ്റിക് പ്ലെയിൻ എന്ന് പറയുന്നത് ഇൻഡസ് ഗംഗ പ്ലെയിൻ. ഇൻഡസ് മീൻസ് സിന്ധുവിൻ്റെയും ഗംഗയുടെയും സമതലം, അതായത് അവരൊഴുക്കിക്കൊണ്ടുവരുന്ന അല്ലെങ്കിൽ അവരൊഴുക്കി പോകുന്ന സമതല പ്രദേശം, അവർ ഒഴുക്കിക്കൊണ്ടുവരുന്ന അവസാദങ്ങളൊക്കെ അടിഞ്ഞ് നല്ല ഫലഭൂയിഷ്ടമായി കിടക്കുന്നൊരു പ്രദേശം. പിന്നെ അവിടെ എന്ത് കാണാൻ പറ്റുന്നുണ്ട്? ഡൽഹി കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ. യമുന നദി കാണിച്ചിട്ടുണ്ട്. ഒരു പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ആരവല്ലി മൗണ്ടെയിൻ റേഞ്ചസും കാണിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്കിനി ഇങ്ങോട്ട് വരാം. ഇപ്പോൾ എന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഓൾ ഇൻഫർമേഷൻ ക്യാൻ യു ഗാദർ ഫ്രം ഇറ്റ്? നമ്മളിപ്പം ഇതിനകത്ത് എന്തൊക്കെ നമ്മൾ കണ്ടു? ഇൻഡോ ഗാഞ്ചറ്റിക് പ്ലെയിൻ, ഡൽഹി, യമുന റിവർ, ആരവല്ലി മൗണ്ടെയിൻ റേഞ്ചസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്.
ഓക്കെ, യു ഹാവ് സീൻ ദാറ്റ് ഡൽഹി ഈസ് സിറ്റുവേറ്റഡ് ഇൻ ഇൻഡോ ഗാൻജറ്റിക് പ്ലെയിൻ അല്ലേ. ഇൻഡോ ഗാൻജറ്റിക് പ്ലെയിനിലാണ് ആര് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്? നമ്മുടെ ഡൽഹി, നമ്മുടെ നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി സ്ഥിതി ചെയ്യുന്നത്. ദ ഫെർട്ടിലിറ്റി ഓഫ് ദ റീജിയൻ ഹാസ് ബീൻ ഫേവറബിൾ ഫോർ അഗ്രികൾച്ചറൽ പ്രോഗ്രസ് അല്ലേ. നമ്മൾ പറഞ്ഞു ഇൻഡസ് ഗംഗ സമതലമാണ്, ഫലഭൂയിഷ്ഠമായുള്ള സമതലമാണ്. സോ അഗ്രികൾച്ചർ പ്രോഗ്രസ്സിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രോഗ്രസ് നടന്നിട്ടുള്ളത്. കാരണം അത്രയ്ക്കും ഫലഭൂയിഷ്ഠമുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ കൃഷി നല്ല രീതിയിൽ ചെയ്യാനും വിളവെടുക്കാനും ഒക്കെ നല്ല ഫേവറബിൾ കണ്ടീഷനുള്ളൊരു സ്ഥലമായിരുന്നു ഡൽഹി. ഒബ്സർവ് ദ ലൊക്കേഷൻ ഓഫ് ആരവല്ലി മൗണ്ടൻ റേഞ്ചസ് മാർക്ക്ഡ് അപ്പ് ഓൺ ദ മാപ്പ്. അതുപോലെ ആരവല്ലി നോക്കിക്കേ, ആരവല്ലി ശരിക്കും ഡൽഹിക്കൊക്കെ ഒരു പ്രൊട്ടക്ടറായിട്ട് അല്ലേ, ഒരു സംരക്ഷകനായിട്ട് അവിടെ ഇങ്ങനെ ഒരു മതിൽ മാതിരി നിൽക്കുവാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അല്ലേ. എന്താ പറഞ്ഞേക്കുന്നത്? ദീസ് മൗണ്ടൻ റേഞ്ചസ് ഹെൽപ്ഡ് ഡൽഹി ടു റെസിസ്റ്റ് ഇൻവേഷൻസ് ഓഫ് എനിമീസ്. അതായത് ശത്രുക്കൾ എന്ത് ചെയ്യുന്നു? ഇത്രയും ഫലഭൂയിഷ്ഠമായുള്ളൊരു പ്രദേശം സ്വാഭാവികമായിട്ട് ശത്രുക്കൾ കീഴടക്കാൻ വേണ്ടി വരും അല്ലേ. അപ്പോൾ ആ എനിമീസിൽ നിന്ന് ഒരു പരിധി വരെയൊക്കെ ഡൽഹി റെസിസ്റ്റ് ചെയ്യാൻ സഹായിച്ചൊരു മൗണ്ടൻ റേഞ്ചാണ്. കാരണം അത്ര പെട്ടെന്നൊന്നും അവർക്ക് ഇങ്ങോട്ട് വരാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതിനുവേണ്ടി സഹായിച്ചിട്ടുള്ളൊരു ഒരു ടോപ്പോഗ്രഫിക്കൽ അഡ്വാൻറ്റേജ് എന്ന് വേണമെങ്കിൽ പറയാം ആരവല്ലി മൗണ്ടൻ റേഞ്ചസ്. The massive rock of this mountain range supplied the stones for the construction of forts and buildings. അതുപോലെ ഡൽഹി ആണെങ്കിലും ഇഷ്ടംപോലെ ഫോർട്ട്സും ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പം ആ ഒരു പ്രദേശത്തെ ഈ ഫോർട്ട്സ് ബിൽഡിങ്സിനൊക്കെ വേണ്ടിയിട്ടുള്ള നല്ല സ്ട്രോങ് സ്റ്റോൺസ് റോക്സ് ഒക്കെ സപ്ലൈ ചെയ്യുന്നതും എവിടെ നിന്ന് തന്നെയാണ്? ഈ ആരവല്ലി മൗണ്ടൻ റേഞ്ചസിൽ നിന്ന് തന്നെയാണ്. The river Yamunas facilitated water transportation and ensured enough water supply to Delhi. അതുപോലെ യമുന നദി അല്ലേ, ഡൽഹി നമ്മൾ പറഞ്ഞു ഡൽഹി യമുനയുടെ തീരത്തുള്ളൊരു സിറ്റിയാണ്. അപ്പം ഡൽഹിയിലേക്ക് വേണ്ട വാട്ടർ സപ്ലൈയും അതുപോലെ വാട്ടർ ട്രാൻസ്പോർട്ടേഷനും അല്ലേ, അത് ജലഗതാഗതം ഒക്കെ ഒരുപാട് സഹായിക്കുന്ന നദിയാണ് യമുന നദി എന്ന് പറയുന്നത്. ഇറ്റ് വാസ് ദീസ് ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ദറ്റ് അട്രാക്റ്റഡ് റൂളേഴ്സ് ടു ഡൽഹി. അപ്പോൾ ഇത്രയും നല്ല അല്ലേ, നല്ല ഫലഭൂയിഷ്ഠമായിട്ടുള്ള പ്രദേശമാണ്. അത്ര പെട്ടെന്നൊന്നും എനിമീസിന് കടന്നു വന്ന് ആക്രമിക്കാൻ പറ്റില്ല. പിന്നെ ഇഷ്ടംപോലെ ഇറിഗേഷൻ ഫെസിലിറ്റീസ് യമുനയുടെ തീരത്താണ്. അപ്പം ഇത്രയും ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് തന്നെയാണ് ഡൽഹി ഒരു അധികാര കേന്ദ്രമാക്കി മാറ്റിയത്, അല്ലെങ്കിൽ റൂളേഴ്സിനെ അങ്ങോട്ട് അട്രാക്റ്റ് ചെയ്തത് ഈ വക ഫീച്ചേഴ്സൊക്കെയാണ്. ഓക്കെ.